ഹലോ, നമസ്കാരം. എല്ലാവർക്കും വീണ്ടും വീണ്ടും സ്വാഗതം. ഞാനേ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, അച്ചാറുകൾ ഉണ്ടാക്കി വിൽക്കുന്ന ജോലിയാണ് എനിക്കെന്ന്. അപ്പോൾ ഓരോ ഓരോ ആഴ്ചയിലും കുറച്ച് അച്ചാറുകളുടെ കാര്യത്തെക്കുറിച്ച് പരിചയപ്പെടുത്തണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ പറയാനാണ് ഇന്ന് വന്നത്. ഏതെങ്കിലും വീട്ടമ്മമാർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും ജോലി ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല എന്ന് കരുതിയിരിക്കുന്നവരോട് പറയാനുള്ളത്, നമ്മുടെ ഈ അച്ചാറുകളും മസാലകളും മാത്രം ഉണ്ടാക്കി കൊടുത്താലും മതി കേട്ടോ. നമ്മുടെ കുടുംബത്തിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം നടന്നു പോകാനായിട്ട് ഏറ്റവും ടേസ്റ്റി ആയിട്ടും കലർപ്പില്ലാതെയും മായമില്ലാതെയും കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളേ. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണേ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോണത് ഒരു ചിക്കൻ്റെ വിഭവമാണ്. ചിക്കൻ്റെ വിഭവം എന്ന് പറഞ്ഞാൽ ചിക്കൻ കാന്താരി എന്ന് പറയും. ചിക്കനും കാന്താരിയും ഇടകലർത്തി ഉണ്ടാക്കുന്ന ഒരു അപൂർവ രുചി ഐറ്റമാണ്. ഒരുപാട് പേര് വാങ്ങിക്കൊണ്ട് പോകുന്നതാണ് ചിക്കൻ കാന്താരി എന്ന് പറയുന്നത്. ഹോസ്റ്റലുകളിൽ താമസിക്കുന്നവർക്കൊക്കെ എളുപ്പത്തിൽ നമുക്ക് ഫുഡ്, ഇപ്പോൾ ചപ്പാത്തി മാത്രമാണെങ്കിലും അല്ലെങ്കിൽ ചോറ് മാത്രമാണെങ്കിലും നമുക്ക് വേറെ ഒരു കറിയും വേണ്ട ചിക്കൻ കാന്താരിക്ക്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ കൂടെ നിങ്ങൾക്കൊരു പ്രചോദനമാകുമെന്ന ഒരു കാര്യം കൂടി പറയാം. ഒരു വരുമാന മാർഗവും ഇല്ലാതെ ഇനി എങ്ങനെ ജീവിക്കുമെന്ന് അന്തം വിട്ടിരുന്നൊരു സമയത്താണ് ഞങ്ങൾ നൈമിത്ര എന്ന് പറയുന്ന ഞങ്ങളുടെ സംരംഭം തുടങ്ങിയത്. അപ്പോൾ അന്ന് തൊട്ട് ഇന്നേ വരെ കുടുംബത്തിൻ്റെ അന്നമെന്ന് പറയുന്നത് നൈമിത്ര തന്നെയാണ്. പ്രതിസന്ധികൾ ധാരാളമുണ്ട്. അത് നമ്മളെക്കാൾ എടുക്കാൻ പറ്റാത്ത ചില ഭാരങ്ങൾ എടുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. പക്ഷേ ഒരു കുടുംബത്തിന്, ഒരു സാധാരണ ഒരു കുടുംബത്തിന് ജീവിച്ചു പോകാൻ കഴിയുന്ന എല്ലാം ഇങ്ങനെ നൈമിത്ര എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു സംരംഭത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടും. പക്ഷേ നമ്മൾ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കണം എന്നുള്ളതാണ്. 2018 നമ്മൾ തുടങ്ങിയത് കേട്ടോ. എല്ലാത്തരം അച്ചാറുകളും നോൺ വെജ് അച്ചാറുകളും ഒക്കെ ഉണ്ട്. ഈ ചിക്കൻ കാന്താരി എന്ന് പറയുന്നത് ഒരുപാട് പേര് ഇങ്ങനെ സ്ഥിരമായി വാങ്ങിക്കുന്നതാണ് കേട്ടോ. കാന്താരി വീടുകളിൽ കാണുമല്ലോ, നമ്മുടെ വീടുകളിൽ കാന്താരി ഉണ്ടാവും ഇല്ലേ? മിക്ക വീടുകളിലും കാന്താരി ഉണ്ടാവും. എൻ്റെ വീട്ടിലൊക്കെ കാന്താരിയൊക്കെ നിരന്തരം നട്ടു വളർത്തിയിരുന്നു, എന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചിക്കൻ വാങ്ങിയാൽ അതിൻ്റെ എല്ലെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ ചിക്കൻ കാന്താരി ഉണ്ടാക്കി വയ്ക്കാൻ പറ്റും കേട്ടോ. വീട്ടമ്മമാരോട് പറയുന്നതാണ്. അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് ചപ്പാത്തിക്കാണെങ്കിലും അപ്പത്തിനാണെങ്കിലും ഒക്കെ കറി ആക്കാൻ എടുക്കും. എളുപ്പമാണ് കേട്ടോ. നമ്മളിങ്ങനെയാണ് അച്ചാറുകളൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അച്ചാറുകളൊക്കെ ഇങ്ങനെ വലിയ അടുപ്പിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കി എടുക്കും. അപ്പോൾ ഇതുപോലൊരു പാക്കറ്റുകളാണ് വരുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഒന്നും കൂടി പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ പിന്നെയും കണ്ട് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ കോഴിയെ ഇങ്ങോട്ട് പിടിച്ച് നന്നായിട്ട് തോലൊക്കെ വിരിച്ച് നമ്മൾ നന്നായിട്ട് കഴുകി, പിന്നെ അതിനെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് ഇടിച്ച് എടുക്കുന്ന ഒരു ഐറ്റമാണ് ചിക്കൻ കാന്താരി എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ചേർക്കുന്ന ചേരുവകൾ തന്നെയാണ് ഏറ്റവും ഇതിനെ ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് കേട്ടോ. ഓരോ രുചികളും നമ്മൾ ചേർക്കുന്ന ചേരുവകളിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ കാന്താരിയുടെ മേക്കിംഗ് ആണ് ഈ നടക്കുന്നത്. നമ്മുടെ മസാലകളെല്ലാം ചേർത്തിട്ട് നമ്മളിങ്ങനെ ഇളക്കി എടുക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ അച്ചാറുകളോ മസാലകളോ ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി വിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഇനി ഇതിനൊന്നും പറ്റുന്നില്ല, ഇതൊന്നും അല്ല നിങ്ങളുടെ പ്രൊഫഷൻ എന്ന് കരുതുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, നമ്മൾ അയച്ചു തരാം. സത്യം പറഞ്ഞാൽ എനിക്കൊരു പാഷനാണ് പാചകം എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു കാര്യമുണ്ട്. ചിക്കൻ കാന്താരി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ 2-3 ദിവസം വെച്ചിട്ട് പാക്ക് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരു കുഞ്ഞു വീഡിയോയാണ് കേട്ടോ. ചിക്കൻ കാന്താരിയെ പരിചയപ്പെടുത്താനായിട്ടാണ് ഇന്ന് വന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം. നിങ്ങളുടെ കൂട്ടം ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. കുറേ പേര് നമ്മുടെ അടുക്കലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. എല്ലാവരും നിരന്തരം കൂടെ നിൽക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഒരുപാട് ഇഷ്ടത്തോടെ നിങ്ങളുടെ സ്വന്തം ദിജ.